നിങ്ങൾ അറിഞ്ഞായിരുന്നോ നേരം പരപരാന്ന് വെളുത്ത് തുടങ്ങിയ മുന്നേ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ സ്റ്റേ ചെയ്ത റൂമിൽ പോയി നമ്മുടെ ആൾക്കാരെല്ലാം വണ്ടിയിലേക്ക് ആലപ്പുഴ ലക്ഷ്യമാക്കി പോകുന്നതിനിടയ്ക്ക് തോന്നക്കൽ പമ്പിൽ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് കയറി. അതിനിടയ്ക്ക് ക്യാമിയ റോഡിൽ ഹാക്കറിന്റെ വണ്ടി ഒന്ന് കറങ്ങി പോകുന്നുണ്ടായിരുന്നു. 10,000 രൂപയ്ക്കാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഡീസൽ ഫില്ല് ചെയ്യുന്നത്. ഡീസൽ ഫില്ല് ചെയ്ത് നമ്മുടെ വണ്ടി എടുത്ത് നേരെ പോകുന്ന വഴിക്കാണ് നമ്മുടെ വണ്ടിയിൽ വന്ന ആൾക്കാർ ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്താൻ പറഞ്ഞു. കിളിമാനൂർ കഴിഞ്ഞ് ശകല ഫ്രണ്ടിൽ പോയപ്പോൾ ആര്യാസിന്റെ ഒരു കട കണ്ട് അവിടെ തന്നെ വണ്ടിയിൽ വന്ന ഒരു ആര്യാസിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നമ്മൾ ബസ് ഇട്ടിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ കയറി നല്ല സ്ട്രോങ് ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറേശ്ശെ ആയിട്ട് ആൾക്കാർ വന്ന് വണ്ടിയിൽ കയറുന്നുണ്ട്. നേരം വിളിക്കുന്നതിന് മുന്നേ തന്നെ ചേട്ടന് പാക്കേജ് എൻക്വയറീസ് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഫോൺ കോളിന് തിരക്കില്ല. അവിടെ നിന്ന് വണ്ടി എടുത്ത് കുറച്ചു നേരം പോയപ്പോൾ തന്നെ നല്ല പെരുമഴ തുടങ്ങി. മഴയുടെ കാറ്റടിച്ചപ്പോൾ തന്നെ ചേട്ടൻ വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ വീണ് കിടന്ന് ഉറക്കം തുടങ്ങി. ഓരോ പഞ്ചായത്തിലും നിശ്ചിത അളവിൽ മഴ കൊടുക്കാമെന്ന് കോൺട്രാക്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലായിടത്തും മഴയില്ലായിരുന്നു. അങ്ങനെ മഴയും കൊണ്ട് ആലപ്പുഴയിൽ ബുക്ക് ചെയ്തിരുന്ന ഹൗസ് ബോട്ടിങ്ങിന്റെ സ്ഥലത്ത് ഒരു ലോഡ് ലഗേജ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ കുറച്ച് പാടുപോയിട്ടാണ് ലഗേജ് ഒക്കെ എടുത്തോണ്ട് പോയത്. ഇനി നാളെ രാവിലെ ഒരു നമ്മൾ എന്ത് ചെയ്യുമല്ലേ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ബുദ്ധി മനസ്സിൽ തെളിഞ്ഞു. ഉടനെ തന്നെ വണ്ടി മൂട്ടിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ പങ്കജ് തിയേറ്റർ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. പകലിലെ ചൂട് കൊള്ളാതിരിക്കാനും കാത്തിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററിലെത്തിയത്. പക്ഷേ മോഹൻലാൽ എന്ന മനുഷ്യന്റെ ഫുൾ അഴിഞ്ഞാട്ടമാണ് ദൃശ്യം 3 എന്ന പടത്തിൽ നമ്മൾ കണ്ടത്. ഒരു പ്രതീക്ഷയില്ലാതെ AC കൊള്ളാൻ വേണ്ടിയിട്ട് മാത്രം കയറിയതുകൊണ്ടാണെന്ന് ദൃശ്യം 3 നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ആയി. അവസാനത്തെ ഒരു 20 മിനിറ്റ് കിളിക്കൂടൊക്കെ പറത്തുന്ന രീതിയിലാണ് ജീതു ജോസഫ് എടുത്തു വെച്ചിരിക്കുന്നത്. പടം കഴിഞ്ഞതും തിയേറ്ററിന്റെ അകത്ത് കയ്യടിയും ബഹളമൊക്കെ AC കൊള്ളാൻ വേണ്ടിയിട്ട് തിയേറ്ററിന്റെ അകത്ത് കയറി നമ്മൾ നല്ല കിടിലം പടം കണ്ടിറങ്ങിയതിന്റെ സന്തോഷത്തിലാണ്. ആ സന്തോഷം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു കടയിലേക്ക് കയറി നല്ല പൊറോട്ടയും ബീഫും നമ്മൾ അങ്ങ് വെട്ടി കയറ്റി. എന്നിട്ട് തിരിച്ചു വണ്ടിയുടെ അടുത്ത് തന്നെ വന്ന് വണ്ടിയിട്ടതിന്റെ സൈഡിലുള്ള കായലിന്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കൊതുകടിയും കൊണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് വണ്ടിയിൽ പോയി സുഖമായിട്ടൊന്ന് കിടന്നു ഉറങ്ങി.